വരട്ടെ. യുദ്ധത്തിൽ നിന്ന് പെട്ടെന്ന് ലീഡർ മാഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ ശൂന്യതയെ പത്മജ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അല്ല, അതൊരു മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഒരു അനിവാര്യതയാണെന്ന് പത്മജയ്ക്ക് അറിയാമായിരുന്നു. അതെ, അറിയാം, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും റിയാലിറ്റി എപ്പോഴും ഞാൻ മനസ്സിൽ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മരണം എനിക്ക് പെട്ടെന്നൊരു ഷോക്കൊന്നും ഉണ്ടാക്കിയില്ല. എനിക്കൊരു സമാധാനം, എനിക്ക് നന്നായിട്ട് എൻ്റെ അച്ഛനെ നോക്കാൻ പറ്റി, അവസാന നിമിഷം വരെ നോക്കാൻ പറ്റി. ഒരു മകള് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കടമ ഞാൻ അച്ഛനോട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ ശൂന്യത, എനിക്ക് ശൂന്യത തോന്നണില്ല. കാരണം എവിടെ ചെന്നാലും കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന സ്നേഹം അച്ഛൻ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പണ്ടൊക്കെ സ്ത്രീകൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, അതായത് അടുത്ത് വരാനൊരു മടി. ഇപ്പം അങ്ങനെയല്ല, സ്ത്രീകൾ പോലും എൻ്റെ അടുത്ത് വന്ന് കൈ പിടിക്കുകയും സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ സ്വത്ത് അച്ഛനും മക്കൾക്ക് തന്നു പോകാനില്ല. അങ്ങനെ ഒരു പത്മജ ഇതിനകത്ത് രണ്ട് ഭാഗമാണ്. ഒന്ന്, ഒരുപക്ഷെ മുരളിയോടും പത്മജയോടുമുള്ള ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ മാറാൻ ലീഡറുടെ മരണം വേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം. അതായത് ലീഡർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ശക്തനായി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംശയത്തിന്റെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടാവിളക്ക് അപ്രത്യക്ഷമായി എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം. അതായത് നിങ്ങൾക്ക് ഏത് ദുർഘടസന്ധിയിലും ലീഡർ ഉണ്ട് എന്നുള്ളത് വലിയൊരു ബലമായി. അത് പോയി. അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലോസ് നെറ്റായ ഒരു ഫാമിലി ആയിരുന്നു. ലീഡറിന് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അതേ അഭിവാഞ്ചയും താല്പര്യവും ഫാമിലിയോടുണ്ട്. അത്രയും എന്നാ കാരണം ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വരുമ്പോൾ മൂപ്പരുടെ മുഖത്തുണ്ടായിരുന്ന പ്രകാശം, സന്തോഷം സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല. അദ്ദേഹത്തിന് അത് ഒരു വലിയൊരു എന്താ പറയുക ആശ്വാസമായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിടവ് ചെറുതല്ലോ. അയ്യോ, ഞാൻ ഒരു രാഷ്ട്രീയ ഒരു ലീഡർ പോയി എന്നുള്ളതല്ല, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു അച്ഛൻ. അതായത് നമുക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു നല്ല സുഹൃത്ത്. സിനിമക്കാരിയാണെങ്കിലും ക്രിക്കറ്റാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് ക്രിക്കറ്റൊക്കെ പറയാനായിട്ടാ തോന്നും. അച്ഛൻ ഈ പ്രായമായിട്ടുള്ള അത്രയും ആ ചെറുപ്പത്തിലേക്ക് ഇറങ്ങി വരും അച്ഛൻ. പിന്നെ കാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര കാറുകളോട് ഭയങ്കര ക്രേസ്. അപ്പോൾ എൻ്റെ ഭർത്താവിനും ഈ ഒരു സൂക്കേട് കുറച്ചുള്ളതുകൊണ്ട് രണ്ടുപേരും കൂടി അതാണ് ഡിസ്കസ് ചെയ്യുക. പുതിയൊരു വണ്ടി വാങ്ങിയ അച്ഛൻ കാറിൽ കയറി ആളുടെ കൂടെ, ആൾ ഡ്രൈവ് ചെയ്യും, അച്ഛൻ മുമ്പിലിരുന്ന് പോവും. അങ്ങനെയൊക്കെ വളരെ ജോളി ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഒരാൾ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം പറയാനുള്ള ഒരാൾ ഇപ്പോഴും ആ വീട്ടിൽ ചെന്ന് ആ മുറിയിലേക്ക് നോക്കുമ്പോൾ സങ്കടം. ഞാൻ അതുകൊണ്ട് ആ മുറി അടച്ചിട്ടിരിക്കും. മറ്റേതിങ്ങനെ ഞാൻ വരുമ്പം ഞാൻ കള്ളത്തരം പറയും, ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടെ എന്നില്ലെങ്കിൽ ഇങ്ങനെ മണിക്കൂർ നോക്കും, ഇത്ര മണിക്കൂർ എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കുന്നു. അപ്പം ഞാൻ എത്തുമ്പം കള്ളത്തരം പറഞ്ഞോണ്ട് ലേറ്റ് ആയിട്ട് ഒരു നോട്ടം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒറ്റ ചാട്ട അച്ഛനെ കാണാണ്ട് നേരെ മുകളിലേക്ക് പോകും. അപ്പം അതൊക്കെ അവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഓർമ്മ വരും നമുക്ക്. ആ കാത്തിരിക്കാനുള്ളൊരു അതൊക്കെ ഭയങ്കര, അതൊന്നും സാധാരണ ഒരു അച്ഛനും അമ്മയും കൂടിയിട്ടുള്ളായിരുന്നു അച്ഛൻ. ശരിക്കും ഒരാൾ വരുന്നു, അദ്ദേഹം ഒരു ജീവിത യാഥാർത്ഥ്യം പറയാണ്. രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും പലപ്പോഴും ലീഡർ ജീവിച്ചിരുന്ന സമയത്ത് ലീഡറോട് പറയാൻ അവസരം ലഭ്യമാകാത്ത പല സന്ദർഭങ്ങളിലും പത്മജ വഴിയാണ്, അല്ലെങ്കിൽ പത്മജ ചേച്ചി വഴിയാണ് നമ്മൾ ഒക്കെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളൊക്കെ ലീഡറുടെ മുമ്പിൽ കാര്യങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കുന്നത്. അത് കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ ലീഡറോട് വിശദീകരിക്കുവാനും ഇന്നയാളിനെ പറഞ്ഞു, ശിവകുമാറിനെ പറഞ്ഞു, ഇതാണ് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ വളരെ ലീഡർ എത്ര ടെൻഷനിലിരുന്നാലും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അത് മകളെന്നുള്ള രീതിയിൽ ലീഡർ ഏത് സന്ദർഭത്തിലും അത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ലീഡർ പലപ്പോഴും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ശിവകുമാറിന്റെ ഒക്കെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ലീഡർ അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വ്യക്തികളെ ഇവരൊക്കെ കുട്ടികളായിട്ട് ഞങ്ങൾ കണ്ടല്ലോ. ഞാൻ കല്യാണം ചെല്ലുമ്പോൾ രമേശ്, ശിവകുമാറൊക്കെ ചെറിയ കുട്ടികളായിട്ട് നടക്കുന്ന എത്രയോ കണ്ടിട്ടുള്ളതാണ്. അത് അച്ഛൻ ഇലക്ഷൻ എടുക്കുന്ന സമയത്താണ് ശിവകുമാർ ട്രിവാൻഡ്രത്ത് നിന്ന്. അപ്പോൾ ശിവകുമാറിന് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നവരുന്ന് അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ പോയാൽ എങ്ങനെയാണ്, അച്ഛൻ കാൻഡിഡേറ്റ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മളെന്ത് ഉത്തരം പറയും? അതല്ല, ശിവകുമാർ ജയിക്കണം, നല്ല ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാലും ജയിക്കും. കാരണം അത്ര ജനങ്ങളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛന്. ആ പറഞ്ഞ ആൾ 3 ദിവസം ട്രിവാൻഡ്രത്ത് പോയി നിന്നു, ശിവകുമാറിന് വേണ്ടി അങ്ങ് പ്രചരണത്തിനാണ് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അയ്യോ, ഇവിടെ ഇനി അച്ഛൻ ഇല്ലാണ്ട് ഞാൻ എന്ത് ഉത്തരം പറയും ഇവരോട്? അന്നൊക്കെ ഞാനാണ് അച്ഛൻ്റെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അന്ന് EMSന്റെ മാനാണ് തരുന്നത് അച്ഛനെതിരെ. അപ്പോൾ അന്ന് ശിവകുമാറിന് വേണ്ടി 3 ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരൊറ്റ പോക്കിലാണ് അന്ന് ശിവകുമാർ ഭയങ്കര ഭൂരിക. കാരണം എവിടെയാണ് വീക്ക്നെസ് എന്ന് അച്ഛനറിയാം, ആ വീക്ക്നെസ്സിൽ പോയി പിടിക്കാനും അറിയാം. അങ്ങനെ പോയി നിന്ന് ജയിപ്പിച്ചതാണ് ശിവകുമാറിനെയൊക്കെ. പക്ഷെ ഈ അച്ഛൻ പലപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ തളർന്നു വീഴുകയും ചെയ്തു.
കെ കരുണാകരനെ പോലുള്ള വലിയൊരു അധികായകൻ തെരഞ്ഞെടുപ്പ് തട്ടകത്തിൽ ഇങ്ങനെ വീഴുമെന്ന് ആരും വിചാരിച്ചില്ല. അതെ. എനിക്ക് തോന്നുന്നു ആ കുടുംബത്തിൽ ഏതൊക്കെയോ സമയത്ത് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു. പക്ഷെ അച്ഛൻ ഇലക്ഷനെ തോറ്റ സമയത്ത് ഞാൻ അന്ന് തൃശ്ശൂരുണ്ടായിരുന്നു കുറച്ച് ദിവസം. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പോക്ക് ശരിയല്ല, എവിടേക്കോ എന്തൊക്കെയോ കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്നതല്ലേ. കാരണം വീട്ടിൽ ഒരിക്കലും ഇലക്ഷൻ്റെ സമയത്ത് അച്ഛനെ വീട്ടിൽ കണ്ടിട്ടില്ല. ഇലക്ഷൻ തുടങ്ങിയാൽ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസമാണ് അച്ഛൻ വീട്ടിലെത്തുക. കാരണം രാത്രി ലേറ്റായിട്ട് വന്ന് കിടക്കും, അല്ലെങ്കിൽ മാളെ തന്നെ കിടക്കും. അങ്ങനെയുള്ള ആൾ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷന് രാമനിലയത്ത് തന്നെ ഇരിക്കുക. ചോദിക്കുമ്പോൾ കൂടെയുള്ളവർ പറയും വരണ്ട, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ കാറെടുത്തൊക്കെ ഒന്ന് കറങ്ങിയപ്പോൾ എനിക്ക് പ്രശ്നമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചൂടായി, നീയാണോ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്? ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്, ചെറിയ ആൾക്കാർ പറഞ്ഞാലും കേൾക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും ഞാനും അന്നത്തെ കൗണ്ടിങ്ങിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കറിയാം, വെളുപ്പിന് 1 മണി കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ ഏജന്റ് പോലും പോളിംഗ് ഇതിലുണ്ടായിരുന്നു. 1200 വോട്ടിന് ശരിക്കും സബോട്ടാജ് ആയിരുന്നു. ഞാൻ രാഷ്ട്രീയക്കാരല്ലാണ്ട് പറയണത് റിയൽ സബോട്ടാജ് ആയിരുന്നു. അച്ഛൻ ജയിക്കേണ്ട ഇലക്ഷൻ ആയിരുന്നു അത്. പക്ഷെ പത്മജ അങ്ങനെ പറഞ്ഞെങ്കിലും ലീഡറിന് ഒരിക്കലും ലീഡറിനെ പോലുള്ള ഒരാളെ തൃശ്ശൂർ എന്ന് പറഞ്ഞത് അതും ലീഡറുടെ ഏറ്റവും വലിയ തട്ടകത്തിൽ. അച്ഛൻ തൃശ്ശൂർ പണ്ടൊരിക്കൽ തോറ്റവും തൃശ്ശൂരാണ്. അതായത് അന്ന് പക്ഷെ അച്ഛന് ടൈഫോയിഡ് വന്നു. അതായത് നോമിനേഷൻ കൊടുത്ത് അങ്ങനെ അന്ന് പോയി കിടന്നത് അച്ഛൻ പാർട്ടി ഇതിന് പോകാൻ പറ്റി. എന്നിട്ടും തുച്ഛമായ വോട്ടുകൾക്കാണ് തോറ്റിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർ എന്നും ഒരടികൾ കൊടുത്തിട്ടുണ്ട് അച്ഛൻ. ഇത്രയും തൃശ്ശൂരുകാരെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മരിച്ചു പോയി കിടക്കുന്നത് പോലും തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ആ വീട്ടിൽ തന്നെ അച്ഛൻ അടക്കിയത്. അത്രയും തൃശ്ശൂരുകാർ, എൻ്റെ തൃശ്ശൂർ കണ്ണൂരെ ജനിച്ചെങ്കിലും അച്ഛനിഷ്ടം തൃശ്ശൂരാണ്. പിന്നെ അച്ഛനൊരു ഇഷ്ടം പറഞ്ഞിട്ടുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അവസാന കാലങ്ങളിൽ തിരുവനന്തപുരം വിട്ടുപോകാൻ വലിയ സങ്കടമായിരുന്നു അച്ഛന്. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ കുറേ ഈ പറഞ്ഞ മാതിരി സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം മാത്രം പറഞ്ഞു, അയ്യോ അവൾ അവിടെ പോയി കിടക്കണോണ്ടാണ് ഞാൻ പോണത് തൃശ്ശൂരിലെ, ചിലപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആയിപ്പോയതിന് എൻ്റെ അവസാനം. അപ്പോൾ അത്രയും ഈ 2 ആൾക്കാരെയാണ് കൂടുതൽ എനിക്ക് അച്ഛന് ഇഷ്ടം തോന്നിയിട്ടുള്ള 2 ജില്ല.